വർഷ, ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്താണ്? ബോബി ചെമ്മണ്ണൂരിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു, അദ്ദേഹം തലകറങ്ങി വീണു കോടതി മുറിക്കുള്ളിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് വൈദ്യപരിശോധന തീർച്ചയായും ഉണ്ടാകുമല്ലോ. തുടർ നീക്കങ്ങൾ എന്താണ്? അദ്ദേഹത്തെ പുറത്തിറക്കിയോ? വിനിത, നിലവിൽ ബോബി ചെമ്മണ്ണൂരിനെ പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. ഈ പറഞ്ഞതുപോലെ ജാമ്യം തള്ളിക്കൊണ്ടുള്ള വിധി പ്രസ്താവം കേട്ട് ബോബി ചെമ്മണ്ണൂർ തല കറങ്ങി എവിടെ ഇരുന്നു എന്നാണ് കോടതിക്കകത്തുനിന്നും ലഭിക്കുന്ന വിവരം. അതിനുശേഷം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇപ്പോൾ വാഷ്റൂമിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ മാറ്റിയിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ബോബി ചെമ്മണ്ണൂരിനെ പുറത്തിറക്കും. സ്വാഭാവികമായും ജനറൽ ആശുപത്രിയിലേക്ക് പോയി ഒരു ചെക്കപ്പ് സ്വാഭാവികമായും ഉണ്ടാകും. അത്തരത്തിലൊരു ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിന് സ്വാഭാവികമായ ഒരു മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഒരു മെഡിക്കൽ സപ്പോർട്ടിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് എറണാകുളം സബ് ജയിലിലേക്ക് ആയിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 14 ദിവസത്തെ റിമാൻഡ്. ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യം, ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരാൾ ഇത്രയും വിസിബിലിറ്റി ഉള്ള, ഇത്രയും ഫോളോവേഴ്സ് ഉള്ള, എന്ത് ചെയ്താലും താൻ ചോദ്യം ചെയ്യപ്പെടില്ല എന്ന ആത്മവിശ്വാസത്തിൽ ഇത്രയും കാലം സ്ത്രീകളെ ഉപയോഗിച്ച് തന്റെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തി, അയാൾ ഇപ്പോൾ ജയിലിലേക്ക് പോകുന്നു, അഴിക്കുള്ളിലേക്ക് പോകുന്നു എന്നതാണ് ഈ വിധി പ്രസ്താവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൂടെ കൃത്യമായൊരു സന്ദേശം കോടതി സമൂഹത്തിന് നൽകുന്നു എന്നുള്ളതാണ്. ഇനി ആർക്കും ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോകാൻ തോന്നാത്ത നിലയിലുള്ളൊരു സന്ദേശം, ഒരു മുന്നറിയിപ്പ് ഈ വിധിയിലൂടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിഭാഗം ഉന്നയിച്ച നിരവധിയായ വാദങ്ങൾ, ഇതിൽ വന്നിരിക്കുന്ന പരാതി കൊടുക്കാനുണ്ടായിരിക്കുന്ന കാലതാമസം, ഈ സംഭവത്തിന് ശേഷവും ഇതേ നടി ഇതേ ആരോപണ വിധേയനൊപ്പം ഈ നിലവിലെ പ്രതിക്കൊപ്പം വേദി പങ്കിട്ടു എന്ന വിഷയം, ഇവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഇപ്പോഴും ഇവരത് പങ്കുവച്ചിരിക്കുന്ന എന്ന വിഷയം, അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത് ഗൂഢാലോചനയുടെ ഭാഗമായി ഉണ്ടായ കേസാണ് എന്നാണ് പ്രതിഭാഗം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള എല്ലാ വാദങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ഇതിന്റെ സാമൂഹ്യപരമായ ഒരു ആംഗിളിനെ കൂടി കണ്ടുകൊണ്ട് ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്ന നിലയിലുള്ള ഒരു വിധിയിലേക്ക് കോടതി എത്തിയിരിക്കുന്നു. കൃത്യമായ വിധിയിലേക്ക് കോടതി എത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഉണ്ടായ ഒരു വിധി പ്രസ്താവവും ഏറെ നിർണായകമാണ്. അതും ഈ കേസുമായി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. സ്ത്രീ ശരീരത്തെ ഒരു പരിധിയിൽ കവിഞ്ഞു വർണ്ണിക്കുന്നത് പോലും ലൈംഗികാതിക്രമത്തിന്റെ പരിധിയിൽ വരുമെന്നുള്ള വിധി കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. അതുകൂടി ചേർത്ത് വായിക്കേണ്ടി വരും. ബോബി ചെമ്മണ്ണൂരിന്റെ നിലവിലെ ഈ 14 ദിവസത്തെ റിമാൻഡിലേക്ക് എത്തിയിരിക്കുന്ന വിധിയിൽ, ജാമ്യം തള്ളിക്കൊണ്ടിരിക്കുന്ന വിധിയിൽ. എന്തായാലും ബോബി ചെമ്മണ്ണൂരിനെ പോലെ ഒരു വ്യവസായ പ്രമുഖൻ ഇത്തരത്തിലൊരു കേസിൽ ഇതിന് മുൻപ് ഇത്തരത്തിലൊരു സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇത്രയും വിസിബിലിറ്റിയിലും ഫോളോവേഴ്സിന് നടുക്കും നിൽക്കുന്ന ഒരു വ്യവസായ പ്രമുഖനെ ഇത്തരത്തിലൊരു കേസിൽ ഈ അഴിക്കുള്ളിലേക്ക് വിടുന്നു എന്നുള്ളത് അതിനിർണായകമായ നീക്കമാണ്. അത് കൃത്യമായൊരു സന്ദേശം സമൂഹത്തിന് നൽകുക എന്ന ലക്ഷ്യം കൂടി അതിനുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ നിന്നും പുറത്തേക്ക് ഇറക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. കോടതിയിലേക്ക് കയറുന്ന ഘട്ടത്തിൽ പോലും താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, തനിക്ക് കുറ്റബോധമില്ല എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉറച്ചു പറഞ്ഞുകൊണ്ടാണ് ബോബി കയറിപ്പോയിരുന്നത്. ആ ഘട്ടത്തിലും അവസാന ഘട്ടത്തിൽ പോലും ചെയ്തതിൽ ഒരു കുറ്റബോധവുമില്ല, താൻ ചെയ്തത് തെറ്റല്ല, താൻ ചെയ്ത ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഒരു തെറ്റായ കാര്യമല്ല എന്ന് പറയുകയായിരുന്നു ബോബി. എന്തായാലും ആ ഒരു ഘട്ടത്തിൽ തന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് 14 ദിവസത്തേക്ക് റിമാൻഡിലേക്ക് വിടുന്നു എന്ന വിധി കേട്ടപ്പോഴാണ് ബോബിക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി എന്ന് പറയുന്നത്. അല്പസമയത്തിനുള്ളിൽ ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ നിന്നും പുറത്തേക്ക് ഇറക്കും. ആദ്യഘട്ടത്തിൽ ആശുപത്രിയിലേക്ക് പോയി മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കുക എന്നതായിരിക്കും നീക്കം. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ബോബിയെ പുറത്തേക്ക് ഇറക്കുന്നതാണ് വിനീത.